ഇന്ന് ബ്രദർ ആദ്യമേ തന്നെ പറഞ്ഞത്, നാം എല്ലാവരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെയും തൈലലേപനത്തിലൂടെയും നമുക്ക് ലഭിച്ച ആത്മാവ് നാം എല്ലാവരിലും ഉണ്ട്. പക്ഷേ ആ ആത്മാവ് നമ്മിൽ വസിക്കണമെങ്കിൽ, നമ്മൾ മുമ്പോട്ട് അങ്ങനെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കൂടിയേ തീരുള്ളൂ. ആ ജ്ഞാനം നമ്മൾ ലഭിക്കണമെങ്കിൽ പ്രധാനമായിട്ടും പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്നാണ് ബ്രദർ പറഞ്ഞത്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വചനത്തിന് വേണ്ടി തീവ്രമായി അഭിലഷിക്കുമ്പോൾ ആ വചനം, ആ ജ്ഞാനം നമ്മിൽ വസിക്കുന്നു. വചനത്തിനെ സ്നേഹിക്കുന്നവൻ്റെ വചനം കുടികൊള്ളുന്നു. വചനത്തിന് വേണ്ടി തീവ്രമായി അഭിലഷിക്കുന്നവൻ ആ വചനം കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആ ജ്ഞാനം നമ്മിൽ വളരുവാനും പരിശുദ്ധാത്മാവിൽ വസിക്കുവാനും നമ്മൾ കൂടുതൽ പ്രാർത്ഥന ഉള്ളവരായിരിക്കണം. ബ്രദർ പറഞ്ഞ് വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, നമ്മൾ കുറച്ച് വചനം വായിക്കുകയും ആ വചനം ധ്യാനിക്കുകയും ആ വചനം നമ്മൾ ഹൃദയസ്ഥമാക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ വളരണമെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ ഇന്ന് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലായത്, അച്ഛൻ കുർബാനയ്ക്ക് വന്നപ്പോൾ സാധാരണയായി യുവോസ്തിയിൽ നമ്മൾ സമർപ്പിക്കുന്നത് ഈശോയുടെ പീഡാനുഭവവും സഹനത്തിലും ആണ്. അതിൽ ആ ഈശോയുടെ പീഡാനുഭവവും സഹനവും നമുക്ക് വേണ്ടി ഈശോ അർപ്പിച്ച ബലിയാണ് സാധാരണ സമർപ്പിക്കുന്നത്. ഇന്ന് മറ്റൊന്നുകൂടി മനസ്സിലായത്, ആ ഈശോയെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന, നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന സഹനങ്ങളോ പ്രയാസങ്ങളോ ആ വേദനകളും നമ്മളും അതുപോലെ സഹന ബലിയായി ഈശോയോട് ചേർന്നുകൊണ്ട് സമർപ്പിക്കുമ്പോൾ അത് കൂടുതൽ പുണ്യമുള്ളതാകുന്നു. അപ്പോൾ ഈശോയുടെ വചനത്തിൽ കൂടുതൽ ആഴമായി വളരുവാനായി, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനായി, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ജ്ഞാനം കണ്ടെത്തുന്നതിന് വേണ്ടി കൂടുതൽ ആഗ്രഹിക്കാമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.